കാണാതെയാണോ പിന്നെ സുപ്രിയ പൃഥ്വി ഇഷ്ടപ്പെട്ടത്? കാണാതെ ഇഷ്ടപ്പെട്ടുവല്ല, സംസാരിച്ചത് ആദ്യം കാണാതെയായിരുന്നു. ഇന്ററാക്ഷൻ തുടങ്ങിയപ്പം ഇന്റർവ്യൂവിന് വിളിച്ചപ്പം ഐ ഹാഡ് നോട്ട് മെറ്റ് പൃഥ്വി ബിഫോർ ദിസ് എവർ ഇൻ മൈ ലൈഫ് ടൈം. ഐ ഡിഡ്ന്റ് നോ മച്ച് അബൌട്ട് ഹിം. ഐ ഡിഡ്ന്റ് നോ മച്ച് അബൌട്ട് ഹിസ് മൂവീസ്. ഐ വാസ് ജസ്റ്റ് ടോൾഡ് അബൌട്ട് ഹിം. വേറെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ മീഡിയയിൽ. അവർ പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കാനായ സൗത്ത് ഇന്ത്യൻ ഹീറോസിൽ ആരാളുള്ളത് വേണമായിരുന്നു. അപ്പം പൃഥ്വിരാജിന്റെ പേര് വന്നിരുന്നു ആൻഡ് വി ഗോട്ട് ടോക്കിംഗ്. അങ്ങനെയായിരുന്നു തുടക്കം. എനിക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ ഞാനത് സ്വകാര്യമായി, ഞാൻ വളരെ വ്യക്തമായി ഏഷ്യാനെറ്റിൽ പോലും പറഞ്ഞു. കാരണം എൻ്റെ പ്രണയം എന്ന് പറയുന്നത്, എൻ്റെ ലവ് അഫെയർ എന്ന് പറയുന്നത് എൻ്റെ തീവ്രമായ സ്വകാര്യതയിൽ ഞാൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അത് ഒരു മീഡിയ ഇവന്റ് ആക്കി ആഘോഷിക്കാൻ എനിക്ക് താല്പര്യം. ഈ തുണ്ടുകടലാസ് ഒരു സാധനം കൂടെ ഉത്തരമായി, പക്ഷേ അത് എനിക്ക് തോന്നുന്നു സുപ്രിയക്ക് പോലും കൺവിൻസിംഗ് ആയി. അല്ല, മിസ്റ്റർ ജോൺ കൺവിൻസിംഗ് ആയോ? ഞാനത് പ്രഷർ കൊടുക്കുക. ഓക്കെ, ഈ വായി തുറന്നാൽ മൊത്തം രാജുവേട്ടനായാലും രാജുവേട്ടൻ്റെ മെമ്പർ സുപ്രിയ മേനോൻ ഭാര്യയ്ക്കായാലും ഇംഗ്ലീഷുള്ളൂ. ഒന്ന് മലയാളത്തിൽ സംസാരിക്കടേ. നിങ്ങളൊക്കെ ജനിച്ചു വളർന്നത് മലയാളികളായിട്ടല്ലേ? പിന്നല്ലേ BBC റിപ്പോർട്ടറും രാജുവേട്ടൻ വലിയ ഇംഗ്ലീഷും. മലയാളത്തിൽ ഒറ്റ നടനെ ഇംഗ്ലീഷ് അറിയുള്ളൂ, രാജുവേട്ടൻ. വലിയ ഓവറാണ് ഇവർ രണ്ടാളും. സത്യം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു.